ഇതുവരെ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. നമ്മളത് വഴി നടത്തി തമ്പുരാൻ എത്രയോ അധികമായി ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി. തമ്പുരാൻ നൽകിയ വിടുതലുകൾക്കും നന്മകൾക്കൊക്കെ നന്ദി പറയാം. പ്രത്യേകിച്ച് എന്തെങ്കിലും വിടുതൽ സാക്ഷ്യമായിട്ട് പറയാം. വൈകിയതുകൊണ്ടാണോ ലേറ്റായത്? ഒരു സാക്ഷ്യം പറയാം. കൊച്ചിനെ നിങ്ങൾ അറിയില്ലേ? ഇവിടെ ഇവിടെ ആദ്യമായിട്ട് യെസ് അത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. കോട്ടീമൊക്കെ കൊച്ചിന് സാക്ഷ്യം ജോലി കിട്ടിയ സാക്ഷിയാണ്. ഞാൻ കഴിഞ്ഞ 2 മാസമായി ദുബായി പോയിട്ട് സ്പെഷ്യൽ പോയതാണ്. മുന്നേ UK-യിലായിരുന്നു. UK-യിൽ ജോലി കിട്ടാണ്ട് വന്നതാണ്. 1 വർഷത്തോളം ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ 2 മാസം ദുബായിലായിരുന്നു. ചെന്നിട്ട് എനിക്ക് രണ്ടാമത്തെ ആഴ്ച എനിക്ക് ജോലി കിട്ടി. പിന്നെ 3-ാമത്തെ ആഴ്ച വേറൊരു ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായി. ആദ്യത്തെ ജോലി എടുത്ത്, കാരണം കുറച്ചുകൂടെയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പോലെ തോന്നിയപ്പോൾ എടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നവംബർ 1st വീക്കിൽ ജോലിക്ക് കയറിയിട്ട് 5-ാമത്തെ ദിവസം ആ ജോലി ടെർമിനേറ്റായി. പിന്നെ എനിക്ക് 3 ആഴ്ച മറ്റേ ജോലി പോയില്ലോ, എടുത്തില്ലല്ലോ. അപ്പം അങ്ങനെ പിന്നെ എനിക്ക് നോക്കുമ്പോൾ 3 ആഴ്ച സമയമുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ചോദിച്ചോളത്തെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ സ്പിരിച്വൽ ലൈഫ് ഒന്ന് ബെറ്ററായി വന്നത്. പ്രാർത്ഥനയൊക്കെ മുടങ്ങി കിടക്കായിരുന്നു. അപ്പോൾ മുടങ്ങി പറയാൻ പറ്റില്ല, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വചനം വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റോമ 8:20. അതായത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നതും സകലം നമ്മിലേക്ക് വ്യാപിക്കുന്ന വചനം. അപ്പോൾ ആ വചനം ഞാനൊരു 33 എഴുതാറുണ്ടായിരുന്നു. ഞാൻ തീരുമാനമെടുത്തതായിരുന്നു എനിക്ക് ജോബ് ഓഫർ കിട്ടണം, അത് ഞാൻ മാത്രമേ എഴുതുന്ന തീരുമാനമെടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പം 3 ആഴ്ച തികച്ചില്ല. അതിനൊരു ഇൻ്റർവ്യൂ വന്നു. അപ്പം മുന്നേ കിട്ടിയ 2 കമ്പനിക്കാളും വലിയൊരു കമ്പനിയായിരുന്നു. ദുബായിൽ എവിടെ ചെന്നാലും ആ കമ്പനിയുടെ എന്താ പറയുക പേര് കൊണ്ട് കാണും. അപ്പോൾ അത്ര വലിയ കമ്പനിയായിരുന്നു. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാകും. ഞാൻ പോയി. ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ കിട്ടി. പിന്നെ സെക്കൻഡ് ഇൻ്റർവ്യൂ അടുത്ത ആഴ്ചയായിരുന്നു. സെക്കൻഡ് ഇൻ്റർവ്യൂവിൽ കിട്ടി, ജോലി കിട്ടി. അത് വിസ തീരാൻ ഒരു 3-4 ദിവസം ബാക്കി ഇരിക്കുകയാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. റെഫറൽ വഴി റെക്കമെൻഡേഷൻ വന്ന കുറേ പിള്ളേരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ദിവസമാഴ്ച ജോലി കിട്ടി. അപ്പോൾ ലാസ്റ്റത്തെ ഇൻ്റർവ്യൂവിന് വന്നതിന് മുന്നേ അമ്മ അവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഒരു വചനം പറഞ്ഞായിരുന്നു, നഹമ്യ 2:20. അപ്പം ഞാൻ ഈ എഴുതിക്കൊണ്ടിരുന്ന വചനം റോമ 8:28 അവിടെ വെച്ച് നിർത്തിയിട്ട് ഈ വചനം എഴുതാൻ തുടങ്ങി. അങ്ങനെ എന്തായാലും ജോബ് ഓഫർ കിട്ടുന്നവരെ വചനം എഴുതിക്കൊണ്ടിരുന്നു. ഫൈനലി എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഞാനിപ്പോൾ നാട്ടിൽ വന്നു. വിസ റിന്യൂവലിനായിട്ടേക്ക് വരാൻ പറ്റുന്ന ഒന്നും വിചാരിച്ചില്ല. ഒരാഴ്ചത്തേക്കാണ് വന്നത്. ഇപ്പം 3-ാമത്തെ ആഴ്ചയായി. അത് വിസ വന്നു. ഞാൻ നാളെ രാത്രി ഞാൻ പോകും. ഞായറാഴ്ച വെളുപ്പിന് ഞാൻ പോകും. അപ്പോൾ ടിക്കറ്റ് വന്നെല്ലാം വന്ന് അങ്ങനെ 3 ആഴ്ച എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റി. സ്വപ്നം വിചാരിച്ചില്ല എനിക്ക് വരാൻ പറ്റും. അതുകൊണ്ട് സാക്ഷ്യം പറയാനും ദൈവം ഒരു അവസരം ഒരുക്കി. അത് എന്താ പറയുക, എല്ലാം ദൈവത്തിൻ്റെ നിഗ്രഹമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതോടൊപ്പം എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ പോയപ്പോൾ എക്സൽ ടെസ്റ്റ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എക്സൽ എനിക്ക് കാര്യമായിട്ട് എനിക്ക് അറിയില്ല. ഇതൊക്കെ ജോലി ഞാൻ ചെയ്തിട്ടുള്ളതാണ്, കാര്യമായിട്ട് എനിക്ക് അറിയണ്ടായില്ല. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തിരിച്ച് പോരാൻ നേരത്താണ് കാൻഡിഡേറ്റ്സ് ഒക്കെ പറയുന്നത് ഇന്ന് എക്സൽ ടെസ്റ്റ് ഉണ്ടാവാനിരിക്കുകയായിരുന്നു, ഇന്നെന്തോ HR ഇല്ലാത്തതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ദയവായിട്ട് ഒരിക്കൽ പോലെ എനിക്ക് തോന്നി. കാരണം അങ്ങനെ അച്ഛൻ്റെ ഇരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. കാരണം എനിക്കറിയില്ല. സെക്കൻഡ് ഇൻ്റർവ്യൂവിൽ ഇതുപോലെ ഞാൻ ചോദിച്ചപ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ എന്തൊക്കെയാണ് തട്ടിക്കൂട്ടി പ്രിപ്പയർ പോയി. പക്ഷെ എനിക്കറിയാം നല്ല എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം അന്ന് ടെസ്റ്റ് ഉണ്ടായില്ല. എനിക്ക് ജോലി കിട്ടി. ഞാൻ നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഞാൻ GTEC പോയി. ഒരാഴ്ചയോടെ ഞാൻ പോയി. അപ്പോൾ എല്ലാം എനിക്ക് ദൈവം ആ വചനം, ആ റോമ 8:28 വചനം പോലെ എല്ലാം അതിൻ്റെ ഒരു ഭയങ്കര ദൈവം ക്രമീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പാസ്റ്റ് ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങളെ കുറിച്ചോ എന്തെങ്കിലും എന്താ പറയുക തെറ്റിപ്പോയി, അത് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു തോന്നുന്നവർക്ക് ഉള്ള വചനമാണ് ഞാൻ പറയാം. റോമ 8:28 വെച്ച് നമ്മളെ എഴുതുകയോ അല്ലെങ്കിൽ വായിച്ചു പറയുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്താ പറയുക വലിയൊരു അത്ഭുതം തന്നെ പ്രവർത്തിക്കും. ഇപ്പോഴും ഓരോ കാര്യങ്ങളെങ്കിലും ആലോചിക്കുമ്പോൾ വന്നിട്ടാണെങ്കിലും ഓരോ കാര്യങ്ങളെങ്കിലും ആലോചിക്കുമ്പോൾ തന്നെ
എന്താ പറയുക, എല്ലാം ദൈവം ഒരു ഭംഗിയുടെ ക്രമീകരിച്ചുള്ളതാണ്. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയത് തന്നെ കഴിഞ്ഞ ആഴ്ച വന്ന് ഇവിടെ തയ്യാറുണ്ടായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ആഴ്ച പിന്നെ എനിക്ക് വിസ എക്സ്റ്റൻഷൻ വരികയാണ്. എൻ്റെ പേരിന് മിസ്റ്റേക്ക് വന്നപ്പോൾ പോയി വിസ വന്ന്, അപ്പോൾ പിന്നെ എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടുകയാണല്ലോ. 3 ആഴ്ച വൈകിട്ട് നിൽക്കാൻ പറ്റി. എൻ്റെ ഫ്രണ്ട്സിന് ആർക്കും ഇതുപോലൊരു അനുഗ്രഹം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ 1 ഇയർ കഴിഞ്ഞിട്ട് എനിക്ക് വരുള്ളൂ. എന്നാലും ഈ 3 ആഴ്ച നിൽക്കാൻ പറ്റി, വീട്ടുകാരോടൊപ്പം നിൽക്കാൻ പറ്റി, അപ്പോൾ എക്സലും പഠിക്കാൻ പറ്റി. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യണത്. പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. നോ മാറ്റർ വാട്ട്, എന്തൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും നമ്മൾ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. ഈശോയുടെ സാക്ഷ്യം പോയി കേട്ടോ മോനെ. കേട്ടോ കൊച്ചിന് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും സാക്ഷ്യം പറയാൻ പറ്റത്തില്ല അവൾക്ക്. കണ്ടോ, കർത്താവ് ചെറിയ ഒരു മിസ്റ്റേക്സ് കൊടുത്തു, അവളെ പേരിലൊരു ചെറിയ പ്രശ്നം വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഴ്ച നമ്മളൊന്ന് സാക്ഷ്യം പറയാനായിട്ട് പറ്റിയത്. നമ്മൾ കർത്താവിന്റെ വചനത്തിൽ മുറുകെ പിടിച്ച് കുറച്ച് കുടുംബസമേതം വീട്ടിൽ ഇവർ വന്നിട്ടുണ്ട്. പ്രാർത്ഥന പപ്പയും ജോസഫ് തോന്നുന്നു, ജോസഫ് പോയി ബുധനാഴ്ച പോയി. അപ്പോൾ എല്ലാവരും കൂടി പണ്ട് മുതലേ കോണ്ടാക്ട് ഉള്ളതാണ്. പിന്നെ അവള് അങ്ങോട്ട് കടന്നുപോയ സമയത്ത് ചെറിയ ഒരു ദശാംശമൊക്കെ കൂട്ടായ്മയ്ക്ക് വരികയും എന്തെങ്കിലും അനാഥാലയത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കാനായിട്ട്, അങ്ങനെ എല്ലാ വിധത്തിലും കർത്താവ് ഈ കുഞ്ഞിനെ ആ വചനത്തിന്റെ അഭിഷേക ശക്തി നിറച്ച് ഇങ്ങനെ മുമ്പോട്ട് നയിക്കുകയാണ്. പ്രതിസന്ധി ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, അപ്പോഴും തളരാതെ പതറാതെ ആ വചനത്തിൽ അടിയുറച്ച് നിന്നു. കർത്താവ് ഒരു എക്സ്റ്റെൻഡ് ചെയ്തു, മറ്റൊരു വചനം കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു. സ്വർഗത്തിലെ ദൈവം ഉന്നത വിജയം നൽകും. കർത്താവ് സ്വർഗത്തിലെ ദൈവം ഉന്നത വിജയം നൽകും. അതങ്ങോട്ട് വിശ്വസിച്ച് പൂർണ്ണമായിട്ടും ആ വചനം ശരിക്കും അക്ഷരാർത്ഥത്തിൽ പൂർത്തിയായി ആ വചനത്തിന്റെ അഭിഷേകം നൽകുന്നു. കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് വലിയ ഒരു സാക്ഷ്യം പറയാൻ തക്കവണ്ണം ദൈവം അവളെ മിടുക്കിയായിട്ട് ഒരുക്കി എന്നുള്ളതാണ്. ഹല്ലേലൂയ. നല്ലൊരു കൈയ്യടി കർത്താവിനെ കൊടുക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്നിടത്തും ഈ സാക്ഷ്യം ഉണ്ടാകണം കേട്ടോ. എവിടെയായിരുന്നാലും കർത്താവിന് വേണ്ടി നിൽക്കുക. ഈ വചനത്തിന്റെ അഭിഷേകം നമുക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മക്കൾക്ക്, പ്രതിസന്ധിയുള്ള മക്കൾക്ക്, പ്രശ്നമുള്ള മക്കൾക്കൊക്കെ ഈ വചനം കൊടുത്തിട്ട് അവരെയും താങ്ങി കൊണ്ടുപോവുക കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ.